അച്ഛനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലോ? എൻ്റെ വകയല്ല കേട്ടോ, അമ്മൂൻ്റെയും പായുൻ്റെയും വകയാണ്. കുറേ വർഷമായിട്ടുണ്ട് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം വാങ്ങിക്കണമെന്ന്. നമുക്ക് വാങ്ങിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ പലപ്പോഴും മറന്നു പോകുന്നത് അല്ലെങ്കിൽ ഓർമ്മയിൽ വരാത്തൊരു സംഭവമാണ് ഇത്. അച്ഛൻ്റെ പിറന്നാൾ വരെ കാത്തിരിക്കാനുള്ള ഒരു സമയം അച്ഛൻ കൊടുത്തില്ല കേട്ടോ, കാരണം ചൂട് സഹിക്കാൻ പറ്റാണ്ടേ അച്ഛൻ തന്നെ പറഞ്ഞു ഞാൻ പോയി വാങ്ങിക്കാൻ പോവാണെന്ന്. അപ്പോഴാണ് പിള്ളേർ ഈ ഒരു സംഭവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് അത് വാങ്ങിച്ചു. അച്ഛൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈസയാണ് കേട്ടോ. ഈ ഒരു സംഭവം അവരുടെ വക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ പൈസ കൊടുത്തത്. ഏട്ടൻ കുറേ വേണ്ടാന്ന് പറഞ്ഞിട്ടും പിള്ളേരത് നിർബന്ധിച്ച് കൊടുത്തു കേട്ടോ. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് സോഡാ മേക്കർ വാങ്ങിക്കണം എന്നുള്ള ഏട്ടൻ്റെ ഒരു ആഗ്രഹം. അത് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ കൊണ്ടുവന്നതും ഞങ്ങളതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ പിന്നിലൊരു വലിയ കോമഡി ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്നപ്പോൾ കവറ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിൻ്റെ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടർ ഉണ്ടല്ലോ, അതിൻ്റെ വെയിറ്റ് കാരണം ബോക്സിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞങ്ങൾ നോക്കിയിട്ടില്ലായിരുന്നു. കടക്കാരത് വെക്കാൻ മറന്നു പോയതായിരുന്നു. പിന്നെ വീണ്ടും പോയിട്ട് കട തുറപ്പിച്ചിട്ട് നമ്മൾ ആ സംഭവം എടുത്തു കൊണ്ടുവരൊക്കെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സ്റ്റോറിയും കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ.